ഹായ് ഓൾ. ഇറാൻ വിഷയത്തെപ്പറ്റി തന്നെയാണ്. ഇറാനിൽ നടക്കുന്ന സംഭവവികാസങ്ങളെപ്പറ്റി കഴിഞ്ഞ രണ്ട് വീഡിയോകളിൽ നമ്മൾ സംസാരിച്ചിരുന്നു. ഇന്ന് പറയാൻ പോകുന്നത്, കഴിഞ്ഞ ദിവസം ഇറാൻ്റെ പാർലമെൻറ്റ് സ്പീക്കർ ഒരു നിർണായകമായ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. അതുകൂടാതെ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിയും കൂടി ചില നിർണായക കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. ആ കാര്യങ്ങൾ ഇങ്ങനെയാണ്: ഞങ്ങൾ അമേരിക്കൻ താവളങ്ങളെ ആക്രമിക്കാൻ മടിക്കില്ല എന്നത്. അതായത് ഇറാനിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഭരണകൂടത്തെയും രാജ്യത്തെയും അസ്ഥിരപ്പെടുത്താൻ അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന ശ്രമങ്ങൾ, ഏതെങ്കിലും രീതിയിലുള്ള സൈനിക ഇടപെടലുകൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടായാൽ മേഖലയിലെ അമേരിക്കൻ വ്യോമത്താവളങ്ങൾ, മേഖലയിലാകെ ഉണ്ടാകുന്ന അമേരിക്കയുടെ സൈനിക താവളങ്ങൾ തങ്ങളുടെ ലക്ഷ്യത്തിൻ്റെ പരിധിയിലായിരിക്കുമെന്നുള്ള ഒരു നിർണായകമായ പ്രഖ്യാപനമാണ് ഇറാൻ നടത്തിയിരിക്കുന്നത്. ഇത് യുദ്ധത്തിൻ്റെ സൂചനയാണോ എന്നുകൂടി കൂട്ടി വായിക്കേണ്ടതുണ്ട്. ഇറാനെയും അമേരിക്കയും നിലവിലുള്ള ഈ ലോക വ്യവസ്ഥിതിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ മണിക്കൂറുകളാണ് യഥാർത്ഥത്തിൽ നമുക്ക് മുമ്പിൽ കഴിഞ്ഞു പോകുന്നത്. കാരണം ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, ഇസ്രായേലിനെ ഇറാൻ ആക്രമിക്കുമോ എന്നുള്ള ചോദ്യമാണ് അവിടെ ഉയരുന്നത്. നിലവിൽ ലെബനന് നേരെ അഥവാ ഹിസ്ബുള്ളയ്ക്ക് നേരെ വലിയ ആക്രമണത്തിന് ഇസ്രായേലിന് അമേരിക്ക അനുമതി കൊടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ലെബനനിൽ ചില ബോംബിങ്ങുകൾ ഇസ്രായേൽ നടത്തിയിട്ടുണ്ട്. ഇത് ഒരു യുദ്ധത്തിൻ്റെ സൂചനയായിട്ട് വേണം മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ ഇറാൻ നടത്തിയിട്ടുള്ള ചില നിർണായകമായ പ്രഖ്യാപനങ്ങൾ ഈ മണിക്കൂറുകളിൽ. ഒന്ന്, ഇറാൻ്റെ പ്രസിഡന്റ് പെഷസ്ക്യാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് രാജ്യത്തെ ജനത മുഴുവൻ ഈ ഒരു അസ്ഥിരപ്പെടുത്താനുള്ള വിദേശ ഗൂഢശക്തികളുടെ ശ്രമങ്ങൾക്കെതിരെ, തെരുവിൽ കലാപം നടത്തുന്ന ആളുകൾക്കെതിരെ രാജ്യത്തെ ജനങ്ങൾ തെരുവിലിറങ്ങണമെന്നാണ്, അവർ പ്രതിരോധിക്കണമെന്നുള്ള പ്രഖ്യാപനമാണ്. ഇത് ചില നിർണായകമായ സൂചനകൾ നൽകുന്നുണ്ട്. ആ സൂചനകൾ എന്നുള്ളത് ഇറാനിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങളെ ഭരണകൂടം വകവെക്കുമെന്നതോടൊപ്പം തന്നെ ആ രാജ്യത്ത് ഇതിൻ്റെ മറവിൽ നടത്തുന്ന കലാപശ്രമങ്ങളെ അടിച്ചമർത്തുമെന്നുമുള്ള ഒരു പ്രഖ്യാപനമാണ്. നിലവിൽ മരണസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വലിയ അക്രമങ്ങൾ ചിലയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഭരണത്തിന് അനുകൂലമായി അലി ഖമേനിക്കും നിലവിലുള്ള ഇറാനിയൻ ഭരണകൂടത്തിനും വളരെ വലിയ പിന്തുണ നൽകിയിട്ടുള്ള ജനസമൂഹവും ജനപിന്തുണ നൽകിയിട്ടുള്ള റാലികളും രാജ്യമെമ്പാടും നടക്കുന്നുണ്ട്. അത് ചില സൂചനകൾ നൽകുന്നുണ്ട്. ആ സൂചനകൾ എന്നുള്ളത് നിലവിലുള്ള ഭരണവ്യവസ്ഥിതിയെ പിന്തുണക്കുന്ന വിഭാഗങ്ങളാണ് ഈ സമരങ്ങളിൽ മുമ്പിട്ടുള്ളത്. സ്ത്രീകളും അതുപോലെ തന്നെ മുതിർന്ന പൗരന്മാരടക്കം ഇതിൽ അണിനിരക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്നുള്ളത്. എന്നാൽ ഇപ്പോൾ ഈ അഹമ്മദ് ഗാലിബും അതുപോലെ തന്നെ പെഷസ്കിയാനും അല്ലെങ്കിൽ അബ്ബാസ് അറാഗ്ചി അടക്കമുള്ള ഇറാന്റെ പ്രധാനപ്പെട്ട വക്താക്കൾ പറഞ്ഞിട്ടുള്ളത് ഇസ്രായേലിനെ ആക്രമിക്കാൻ മടിക്കില്ല എന്നാണ്. അഥവാ ഇസ്രായേലിനെ ഒരു രാജ്യമായി നിലവിൽ ഇറാൻ ഭരണകൂടം കണക്കാക്കുന്നില്ല. അത് അധിനിവേശ ഫലസ്തീൻ അഥവാ ഫലസ്തീൻ അധിനിവേശം നടത്തി കൈപ്പിടിയിലൊതുക്കിയിരിക്കുന്ന ഒരു ഗൂഢശക്തി എന്നുള്ള നിലക്കാണ് ഇറാൻ എപ്പോഴും ഇസ്രായേലിനെ അഭിസംബോധന ചെയ്യുന്നത്. അങ്ങനെ അഭിസംബോധന ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇസ്രായേലിനെതിരെ നടത്തുന്ന ആക്രമണങ്ങൾ ഒരു പരമാധികാര രാജ്യത്തിന് നേരെ നടത്തുന്ന ആക്രമണങ്ങളായിട്ടല്ല ഇറാൻ കാണുന്നത്. അത് അധിനിവേശം നടത്തി ഫലസ്തീൻ ജനതയെ കൊന്നൊടുക്കുന്ന ഒരു വിഭാഗത്തിനെതിരെ നടത്തുന്ന ആക്രമണങ്ങളാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ 12 ദിന യുദ്ധത്തിലെ ചിത്രങ്ങൾ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. ഇറാനിയൻ മിസൈലുകളെ തടുക്കാൻ കഴിയാതെ സംവിധാനങ്ങളാണ് ഇസ്രായേലിന്റെ റഡാർ സംവിധാനങ്ങൾ ഉള്ളത് എന്നുള്ളതാണ്. അതുകൂടാതെ അതിനെ മറികടക്കാനുള്ള എന്തെങ്കിലും രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഇസ്രായേലിന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇറാൻ കുറച്ചുകൂടി അതിശക്തമായ നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം ഊർജിപ്പിക്കുമോ എന്നുള്ളതാണ്. റഷ്യയും ചൈനയും അടക്കം ഇറാനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ അതുകൂടി നമ്മൾ മുഖവിലക്കെടുക്കുന്നുണ്ട്. റഷ്യയുടെ പ്രധാനപ്പെട്ട ഈ ഇസ്രായേലിൽ അവരെയുള്ള പൗരന്മാരെയും പ്രധാനപ്പെട്ട അവരുടെ VIP ലെവലിലുള്ള അവരുടെ പൗരന്മാരെ റഷ്യ അവരുടെ വിമാനങ്ങളിൽ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. തുർക്കി അവരുടെ ആളുകളെ ഇറാനിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ വിവിധ തരങ്ങളായ നടപടികൾ ലോകത്തിലെ മുഖ്യധാര രാജ്യങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ യുദ്ധം ഏത് സമയത്തും ഉണ്ടാവുമെന്നുള്ള പ്രതീതിയാണ് സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിനെയും അമേരിക്കയെയും സംബന്ധിച്ചിടത്തോളം ഇറാൻ നിലനിൽക്കുക എന്നുള്ളത് ഇസ്രായേലിന് വളരെ വലിയ ഭീഷണിയാണ് ഒരു പരിസ്ഥിതിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന 12 ദിന യുദ്ധങ്ങൾ ഇതിനൊരു കൃത്യമായിട്ടുള്ള സൂചന നൽകി വെക്കുന്നുണ്ട്. ആ സൂചനകൾ എന്നുള്ളത് ഇറാൻ ഭരണകൂടം, നിലവിലുള്ള ഭരണകൂടം അവിടെ തുടർന്നാൽ അത് ഇസ്രായേലിനെ തുടർന്നും ആക്രമിക്കും. ഓരോ ആക്രമണത്തിനും അവർ മടി കാണിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ ഇറാൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. മേഖലയിലാകെയുള്ള, ഗൾഫിലാകെയുള്ള അമേരിക്കൻ വ്യോമത്താവളങ്ങൾ, അത് നേരത്തെ
ഖത്തറിലുള്ള അമേരിക്കൻ അൽ ഉദൈദ വ്യോമത്താവളത്തിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. ഇപ്പോൾ ബഹ്റൈനും അതുപോലെ തന്നെ UAEയും മറ്റുള്ള അറബ് രാജ്യങ്ങളിൽ ജോർദാനിൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ അമേരിക്കൻ വ്യോമത്താവളങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ട്, ഇറാഖിലെയും സിറിയയിലെയും വ്യോമത്താവളങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള നടപടികൾ ഉണ്ടാവുമെന്നുള്ള ഒരു പ്രഖ്യാപനമാണ്. അത് മേഖലയൊന്നാകെ ഇസ്രായേലിനോ അല്ലെങ്കിൽ അമേരിക്കക്കോ ഏതെങ്കിലും രീതിയിലുള്ള പിന്തുണകൾ നൽകിക്കൊണ്ടുള്ള നടപടികൾ ഉണ്ടായാൽ ആ താവളങ്ങളെയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം തങ്ങൾ നടത്തുമെന്നാണ് ഇറാൻ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൈവിട്ടാൽ, അഥവാ ഇറാനെ അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് ഒരു ഭരണകൂടത്തെ താഴെ ഇറക്കാനുള്ള അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ശ്രമങ്ങൾ അവർ ഇതേ രീതിയിൽ പിന്തുടർന്നാൽ, അല്ലെങ്കിൽ ഇതേ രീതിയിൽ മുമ്പോട്ട് പോയാൽ, ഇറാൻ ചെയ്യുക അവിടെ അവരുടെ വ്യോമത്താവളങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള കടുത്ത ആക്രമണമാണ്. അതുകൂടാതെ തന്നെ ഈ ഒരു മേഖലയിൽ ഒന്നാകെ, പ്രത്യേകിച്ചും ഹോർമിസ് കടലിടുക്ക് ഇറാന്റെ അധീനതയിൽ വരുന്നതാണ്. ലോകത്തിലെ എണ്ണപ്പാത എന്നുള്ളത് ഇറാന്റെ അധീനതയിൽ വരുന്നതാണ്. ആ എണ്ണപ്പാത സഞ്ചരിക്കുന്ന ഈ ഹോർമിസ് കടലിടുക്ക് ഇറാൻ ഉപരോധിച്ചാൽ ലോകത്തിൽ മൊത്തം ഉണ്ടാകുന്ന എണ്ണ സഞ്ചാരത്തെ അത് ദുരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഇത് മറികടക്കാൻ വേണ്ടിയാണ് നേരത്തെ ഉണ്ടായ വെനസ്വേലൻ ഓപ്പറേഷൻ അമേരിക്ക നടത്തിയത് എന്ന് പോലും പറയപ്പെടുന്നു. ഇങ്ങനെ വിവിധ തരങ്ങളായ കാരണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇറാനിയൻ മിസൈലുകളെ അതിജീവിക്കാനുള്ള കരുത്ത് ഇപ്പോഴും ഇസ്രായേലിന് ഉണ്ടോ എന്നുള്ള ചോദ്യമാണ്. നേരത്തെ ഇസ്രായേലിന്റെ സാങ്കേതിക വിദ്യയും അമേരിക്ക നൽകുന്ന സഹായങ്ങളും മുൻനിർത്തി ടാഡ് സംവിധാനം അടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇറാന്റെ ആക്രമണങ്ങളെ ചെറുക്കുമെന്നാണ് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ വളരെ വലിയ രീതിയിലുള്ള ബാലിസ്റ്റിക് അടക്കമുള്ള അല്ലെങ്കിൽ ക്രൂയിസ് മിസൈൽ അടക്കമുള്ള വ്യത്യസ്തമായ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ ഇസ്രായേലിന് അത് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. നേരത്തെ ഇറാൻ നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ കൃത്യമായിട്ട് ഞങ്ങൾ ഇന്ന ദിവസം ഈ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്താൻ പോകുന്നു, ഈ മണിക്കൂറുകളിൽ ആക്രമണം നടത്താൻ പോകുന്നു, അവിടെ ഉണ്ടാവുന്ന ജനങ്ങൾ സാധാരണക്കാരായ സിവിലിയന്മാർ മാറണമെന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിട്ടാണ് ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ശക്തമായ യുദ്ധത്തിലേക്ക് ഈ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ, ഇറാനിൽ അമേരിക്ക ഏതെങ്കിലും രീതിയിലുള്ള അത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തിയാൽ തിരിച്ച് ഇറാൻ ചെയ്യുക ഇത്തരം കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകാതെയുള്ള ആക്രമണങ്ങളായിരിക്കും. ഇത് വളരെ വലിയ കാഷ്വാലിറ്റികൾ ഇസ്രായേലിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൂടാതെ തന്നെ ഗൾഫിലാകെയുള്ള അൽ ഉദൈദ് വ്യോമത്താവളം എന്നുള്ളത് ഖത്തറിലെ ഏറ്റവും വലിയ, ഈ ഒരു മേഖലയിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ വ്യോമത്താവളമാണ്. അവിടെ 10,000-കണക്കിന് സൈനികരുണ്ട്. അമേരിക്കയുടെ മേഖലയിലാകെ സംവിധാനങ്ങൾ നിയന്ത്രിക്കുന്നത് ഈ ഒരു വ്യോമത്താവളമാണ്. പക്ഷെ അങ്ങനെ വ്യോമത്താവളം അമേരിക്കയുടേത് അവിടെ ഉണ്ടാകുമ്പോഴാണ് ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചിട്ടുള്ളത്. ഒരു ഖത്തറി പൗരൻ അതിൽ കൊല്ലപ്പെടുകയും ചെയ്തു. ഹമാസിനെ ആക്രമിക്കാൻ എന്ന പേരിൽ ഖത്തർ എന്ന പരമാധികാര രാജ്യത്താണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഈ ആക്രമണങ്ങൾ അമേരിക്കൻ അനുമതിയോട് കൂടിയിട്ടായിരിക്കാം നടന്നിട്ടുണ്ടാവുക എന്നാണ് ലോകം മനസ്സിലാക്കുന്നത്. അമേരിക്കൻ പിന്തുണയോട് കൂടിയിട്ടാണ് ഈ ആക്രമണം നടത്തിയത്. അതുകൊണ്ട് കൂടിയാണ് ആ സമയത്ത് അമേരിക്കൻ റഡാർ സംവിധാനങ്ങൾ ഖത്തറിൽ പ്രവർത്തിക്കാത്തത്. ഇത് ഗൾഫ് രാജ്യങ്ങളെ ഒന്നാകെ മാറി ചിന്തിക്കാനുള്ള പ്രേരണകൾ നൽകുന്ന സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഖത്തറും സൗദിയും അല്ലെങ്കിൽ UAEയും ബഹ്റൈനും അടക്കമുള്ള അറബ് രാജ്യങ്ങളുടെ സുരക്ഷാ ചുമതല, അല്ലെങ്കിൽ ആ രാജ്യങ്ങളെ സുരക്ഷിച്ച് പരിപാലിച്ചു കൊണ്ടുപോകുന്നത് അമേരിക്കയുമായിട്ടുള്ള കരാറാണ് എന്നാണ് പറയപ്പെടുന്നത്. എങ്കിൽ ഇസ്രായേൽ ഈ ഒരു ആക്രമണം ഖത്തറിലേക്ക് നടത്തിയപ്പോൾ ഈ സംവിധാനങ്ങളും അതുപോലെ തന്നെ അമേരിക്കയുടെ പ്രതിരോധ സംവിധാനവും എന്തുകൊണ്ട് പ്രവർത്തിച്ചില്ല എന്നുള്ള ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിലവിലുള്ള എണ്ണയടക്കമുള്ള കാര്യങ്ങളിൽ ഈ ഒരു അറബ് ഭരണകൂടങ്ങളെ അമേരിക്ക പിന്തുണച്ചുകൊണ്ടിരിക്കുമ്പോഴും അവിടെ അമേരിക്കൻ താല്പര്യങ്ങൾ പലപ്പോഴും മാറി വരുന്നുണ്ട് എന്നതും അവിടെയുള്ള ഭരണകൂടങ്ങളെ മാറി ചിന്തിപ്പിക്കാൻ കാരണമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള വ്യവസ്ഥിതിയിൽ, നിലവിലുള്ള സാഹചര്യത്തിൽ ഇസ്രായേലിന് നേരെ ഏത് നിമിഷവും ഇറാൻ ആക്രമണവും തിരിച്ച് ഇറാനിയൻ മണ്ണിൽ അമേരിക്കൻ ആക്രമണവും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്.